ഇന്ന് നമുക്ക് കുടജാദ്രിക്ക് പോയാലോ? വെച്ച് വിട്ടോളം ഉണ്ണിയെ കുടജാദ്രിയിലേക്ക്. അതെ, മൂകാംബികയിൽ വന്നാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ കുടജാദ്രി. നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. പെർ ഹെഡ് 490 രൂപയായിരുന്നു. ഞങ്ങൾ 4 ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പോകുന്ന വഴിയെല്ലാം നല്ല വ്യൂ ആട്ടോ. പിന്നെ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നാണ് നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ മേടിക്കുന്നത്. പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇടാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എഴുതി ഒപ്പിട്ട് 200 രൂപ അടച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ജീപ്പ് വന്ന് നിൽക്കുന്ന ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് ഈ സ്ഥലത്താട്ടോ. ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് ഈ സ്ഥലത്ത്. ഇതൊരു അമ്പലമാട്ടോ. എനിക്ക് തോന്നുന്നു ശിവനും പാർവതിയുടെ ഒരു മിക്സിങ് ആയിട്ടുള്ളൊരിതാണെന്ന് തോന്നുന്നു ആ അമ്പലമേ. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, നന്നായിട്ട് അറിയില്ല, പറഞ്ഞു തരാം. പിന്നെ നമ്മൾ കയറുക കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ, കാരണം എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോകുന്നില്ലല്ലോ. പക്ഷേ കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, അതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. നല്ലൊരു ഫീലിങ്സ്. ഇത്രയും കയറിയല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് അതങ്ങ് മാറിക്കിട്ടും. കാരണം അത്രയ്ക്ക് നല്ല രസം. അതൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങ് നിറയുവേ. പിന്നെ ഞങ്ങൾ കാണാനും ഒരുപാടുണ്ട് കേട്ടോ. കാണണമെന്ന് വെച്ചാൽ മലനിരകൾ അതാണ്. പിന്നെ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആട്ടോ. നല്ല കൂളാണ് അവിടെ. പിന്നെ നമ്മൾ നടന്ന് അങ്ങനെ നമ്മുടെ സർവജ്ഞ പീഠം അവിടെ എത്തി. അങ്ങോട്ടുള്ള നടത്താട്ടോ ഇത്. എൻ്റെ ദൈവമേ, എൻ്റെ നല്ല രസമാട്ടോ ആ മലയുടെ മുകളിൽ അതിങ്ങനെ നിൽക്കുന്ന കാണാൻ. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ദൈവമേ, അത്രയും നടന്നു കുഴഞ്ഞു വന്നല്ലോ എന്നുള്ള എല്ലാ ഫീലിങ്സും മാറിയിട്ടോ. അവിടെ വന്നിരുന്ന് ഞങ്ങൾ കുറേ നേരം ഇരുന്നു പ്രാർത്ഥിച്ച്. എന്നിട്ടെല്ലാം അവിടെ ഒന്ന് കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോസ് എടുത്ത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഗ്രേറ്റ് ഫീലിങ്സാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ മൂകാംബികയിൽ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. രാവിലെ ഇതൊക്കെ കാണേണ്ട ആവശ്യത്തിൽ ഒന്നും കഴിക്കാതെ കേട്ടോ വന്നത്. പിന്നെ താഴെ ഇറങ്ങിയപ്പോൾ തന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നന്നായിട്ട് ഫുഡും കഴിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് വെളുപ്പിനെ ഞങ്ങൾക്ക് ട്രെയിനായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളുപ്പിനെ ട്രെയിൻ കയറി പിറ്റേന്ന് വൈകിട്ടായപ്പോഴത്തേക്കും വീട്ടിലും എത്തുക കേട്ടോ. എന്നിട്ട് നല്ലൊരു കുളിയും പാസ്സാക്കി ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഓക്കെ, ബായ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.